ഞാൻ അന്വേഷിച്ച് നടന്ന എന്റെ മകളെ ചേച്ചി ഇത്. ശാന്തി വളർത്തിയ എന്റെ മകളാ എന്നെ കണ്ടുമുട്ടിയതും ഈ വീട്ടിൽ വന്നതും എന്നെ പരിചരിച്ചതും അല്ല. ചേച്ചിയോട് ഞാൻ പറഞ്ഞില്ലേ, കൃഷ്ണ അടുത്ത് വരുമ്പോ അവളോട് സംസാരിക്കുമ്പോ ഒരു അച്ഛനും മകളുടെ അടുത്തുള്ള ഫീലിംഗാണ് കിട്ടുന്നതെന്ന്. അത് വെറുതെ തോന്നിയതല്ല, ദൈവം തന്ന ഫീലാ. അല്ല, ഇവര് നാട്ടിൽ തന്നെ താമസിക്കാൻ വന്നത് അനിയൻ സാറിനെ തേടി തന്നെ ആയിരുന്നോ? അല്ല, പല നാടുകളിലും അലങ്ങി തിരിയായിരുന്നു ഇതുവരെ. എന്തിനായിരുന്നു അലച്ചിലെന്ന് ചോദിക്കൂ. എന്റെ മോളെ സംരക്ഷിക്കാനായിരുന്നു. അതിനുവേണ്ടി ശാന്തി അനുഭവിച്ച ത്യാഗങ്ങൾക്ക് കണക്കില്ല. ചെല മേഡമല്ല, അമ്മായി. അച്ഛൻ്റെ നേർബങ്ങളാ, അങ്ങനെ വേണം വിളിക്കാൻ. ചേച്ചി, ഇനി അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഇവളെ ചേച്ചി വേണം സ്വീകരിക്കാൻ. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മോളെ. എന്നാലും ഇങ്ങ് എത്തിച്ചേർന്നല്ലോ. ഒരു സങ്കടേ ഉള്ളൂ സർ. സാറ് കണ്ടെത്തുന്നതിന് മുൻപ് ഇവരെ കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. അതിനെന്താടോ മൂർത്തി, കൃഷ്ണയുടെ പിറന്നാളിന് അങ്ങോട്ട് എത്തിയതാ ഞാൻ. അപ്പോഴാ അപ്രതീക്ഷിതമായിട്ട് ശാന്തി വന്ന് കയറുന്നേ. അതിനേക്കാൾ വലുതായിട്ട് ജീവിതത്തിൽ എന്ത് അത്ഭുതം സംഭവിക്കാനുള്ളൂ. വാമോളെ, ധൈര്യമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് കയറ്. വരും മോളെ. എത്ര കാലമായിട്ട് കൊതിക്കുന്നത് ഈ ഒരു കാഴ്ചക്ക്. ശാന്തിയും വാ. ഓട്ടപ്പാച്ചലിനിടയിൽ മറ്റുള്ളവരെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ശാന്തി പേര് മാറ്റി. ശാന്തിയുടെ ഇപ്പോഴത്തെ പേര് തങ്കത്താ ചേച്ചി. ഓ, അതേതായാലും നന്നായി. തെരഞ്ഞു കടന്നവർക്കൊന്നും കാണാൻ പറ്റാഞ്ഞത് അതുകൊണ്ടായിരിക്കും. വാ, ഇതാണ് മോളുടെ വീട്, മോളുടെ അച്ഛൻ്റെ വീട്.